ഹലോ ഗൈസ്, നമുക്കിന്നൊന്ന് സർപ്രൈസായിട്ട് വീട്ടിലോട്ട് പോയി നോക്കാം എന്താ വീട്ടുകാരുടെ റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ എനിക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്ലീപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് KSRTC കയറി നമ്മൾ പാലക്കാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടിയതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ എനിക്ക് KSRTC സ്റ്റാൻഡിലോട്ട് എത്തി. KSRTC എനിക്കുണ്ട്, ഗുരുവായൂർ KSRTC ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂർ KSRTC എൻ്റെ സ്റ്റോപ്പിൽ നിർത്താത്തത് കൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ഗുരുവായൂർ ബസ്സിലാണ് പോയത്. അതിനുശേഷം ഒറ്റപ്പാലം എത്തി. കുറേ കാലത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ടെത്തി. നാട് കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണത്. ഈ പ്രവാസികളെയൊക്കെ സമ്മതിക്കണം അല്ലേ ആ കാര്യത്തിൽ. പിന്നെ ഇദ്ദേഹത്തിന് ഒറ്റപ്പാലത്തുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സ്റ്റാൻഡിൽ കാണുന്ന ഒരാളാണിത്. മോദകസത്ത് വായു ഗുളിക വിൽക്കാൻ വരുന്ന ആളാണ്. അതേ രൂപം, അതേ സംസാരം, അതേ ഡയലോഗുകൾ വർഷങ്ങളായിട്ട് ഒരു മാറ്റം ഇല്ലാതെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ നാട്, തൃക്കങ്ങോട് മനുശ്ശേരി. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് വീട്ടിലോട്ട് പോകുമ്പോൾ എന്താ എല്ലാവരെയും റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. ആരാ എന്താ ഏതാന്നൊക്കെ അറിയാതെ. ആദ്യം വന്ന് ഡോറ് തുറന്നത് അച്ഛനാണ്. അച്ഛൻ വന്ന് ഡോറ് തുറന്നപ്പോൾ അച്ഛനുണ്ടായ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എന്നെ കണ്ടപ്പോൾ. അതിന് ശേഷം അമ്മ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛനോട്. ഞാനത് പറയല്ലേ എന്ന് പറഞ്ഞ്. അമ്മ വന്ന് എന്നെ കണ്ടപ്പോൾ ഉള്ള അമ്മയുടെ എക്സ്പ്രഷനാണിത്. ഇതൊക്കെ ഒരു വർത്ത് വെയിറ്റിംഗ് ആയിരുന്നു. ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്തായാലും.